വാർത്തകൾ വിശദമായി നോക്കാം. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.69% വിജയം. പരീക്ഷ എഴുതിയ 4,27,153 പേരിൽ 4,25,563 പേർ വിജയിച്ചു. A+ നേടിയവരുടെ എണ്ണത്തിലും ഇത്തവണ വർധനയുണ്ട്. ഏറ്റവും കൂടുതൽ വിജയ ശതമാനം കോട്ടയത്തും കുറവ് തിരുവനന്തപുരത്തുമാണ്. സേ പരീക്ഷ മെയ് 28 മുതൽ ജൂൺ 6 വരെ നടത്തും. SSLC റെഗുലർ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 4,27,153. അതിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവരുടെ എണ്ണം 4,25,563. വിജയ ശതമാനം 99.69%. കഴിഞ്ഞ വർഷത്തെ വിജയ ശതമാനം 99.7 എന്നായിരുന്നു. കുറവെന്ന് പറയുന്ന ഇപ്രാവശ്യം 0.01% കുറവുണ്ട്. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 71,831. SSLC പരീക്ഷയിൽ വിജയ ശതമാനം ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല കോട്ടയം 99.92%. വിജയ ശതമാനം ഏറ്റവും കുറവുള്ള റവന്യൂ ജില്ല തിരുവനന്തപുരം 99.08%. വിജയ ശതമാനം ഏറ്റവും കൂടുതലുള്ള വിദ്യാഭ്യാസ ജില്ല പാല 100%. വിജയ ശതമാനം ഏറ്റവും കുറവുള്ള വിദ്യാഭ്യാസ ജില്ല ആറ്റിങ്ങൽ 99%. വിഷ്ണു കരുണാകരൻ വിവരങ്ങളുമായി ചേരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് വിഷ്ണു, 99.69% വിജയം നേടിയിരിക്കുന്നു SSLC പരീക്ഷയിൽ. അടുത്ത വർഷം പരീക്ഷാ രീതി മാറ്റും എന്ന് പറയുന്നു. ഈ വർഷത്തെ പരീക്ഷാ ഫലത്തിലെ ശ്രദ്ധേയമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫിജി, ഈ വർഷത്തെ പരീക്ഷാഫലം 99.69% വിജയം കാണിച്ചിരിക്കുന്നത്. അതോടൊപ്പം കഴിഞ്ഞ വർഷത്തേക്കാൾ 0.01% കുറവാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 99.70% വിജയ ശതമാനമായിട്ടുള്ളത്. എല്ലാ വിഷയങ്ങളിലും A+ നേടിയവർ 71,831 പേരാണ്. കഴിഞ്ഞ തവണയേക്കാൾ വിജയ ശതമാനം കുറവ് പോലെ തന്നെ A+ നേരിയ തോതിലുള്ള വ്യത്യാസമുണ്ട്. വിജയ ശതമാനം കൂടുതലുള്ള റവന്യൂ ജില്ല കോട്ടയമാണ് 99.92% വിജയം. കുറവ് തിരുവനന്തപുരത്താണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കൂടുതൽ വിജയമുള്ള വിദ്യാഭ്യാസ ജില്ല പാലയും കുറവ് വിദ്യാഭ്യാസ ജില്ല ആറ്റിങ്ങലുമാണ്. കൂടുതൽ A+ നേടിയത് മലപ്പുറത്താണ്. 100% വിജയം നേടിയ സ്കൂളുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ സർക്കാർ സ്കൂളുകൾ 892, എയ്ഡഡ് സ്കൂളുകൾ 1139, അൺഎയ്ഡഡ് സ്കൂളുകൾ 443 എന്നാണ് കണക്ക്. 100% വിജയം നേടിയ സ്കൂളുകളുടെ എണ്ണവും കഴിഞ്ഞ വർഷത്തേക്കാൾ നേരിയ തോതിൽ കുറവുണ്ട്. പുനർമൂല്യനിർണ്ണയം, സൂക്ഷ്മ പരിശോധന എന്നിവകളുടെ കാര്യങ്ങൾ 9-ാം തീയതി കൊണ്ട് ഈ മെയ് 9 മുതൽ തന്നെ ആരംഭിക്കും. അപേക്ഷ നൽകാം. 15-ാം തീയതിയോടെ അപേക്ഷ അവസാനിക്കും. സേ പരീക്ഷ 28 മെയ് മുതൽ ജൂൺ 6 വരെയാണ് സേ പരീക്ഷ എഴുതാനായിട്ടുള്ള അവസരം നൽകുന്നത്. ഏതായാലും 3 മാസത്തിനുള്ളിൽ തന്നെ മാർക്ക് ലിസ്റ്റ് നൽകാൻ സാധിക്കുമെന്നുള്ള ഒരു കാര്യമാണ് ഇത്തവണ ശ്രദ്ധേയമാകുന്നത്. കഴിഞ്ഞ തവണയെല്ലാം 2 വർഷം വരെ മാർക്ക് ലിസ്റ്റ് ലഭിക്കാനായിട്ട് സമയമെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. അത് മാറ്റുന്ന കാര്യങ്ങളിൽ നിലപാടെടുക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം SSLC മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനും സാധ്യതയുണ്ട്. ശാസ്ത്രീയമായ രീതിയിലുള്ള പല മാറ്റങ്ങളും കൊണ്ടുവരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇനി അടുത്ത സീറ്റുകളുടെ എണ്ണം, ഹയർ സെക്കൻഡറി സീറ്റുകളിലേക്ക് മൊത്തം സീറ്റുകൾ, അതായത് ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് ഈ 10ാം ക്ലാസ് ജയിച്ചവർക്ക് ഉള്ള സീറ്റുകളുടെ എണ്ണം 5,37,680 ആ സീറ്റുകളിൽ തന്നെ ഹയർ സെക്കൻഡറിയിലെ ആകെ സീറ്റുകൾ 4,33,231. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലാകെ 33,030 സീറ്റുകളാണ്. +1 സീറ്റ് തന്നെ 4,66,261. ഇത്തരത്തിലാണ് സീറ്റിന്റെ കണക്കുകൾ പോകുന്നത്. അതുകൊണ്ട് പരമാവധി വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരം ഒരുക്കുമെന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നുള്ളത്. ഏതായാലും ഈ +1 സീറ്റിനായി അപേക്ഷ സമർപ്പിക്കേണ്ട തീയതി മെയ് 16 മുതലാണ്. അവസാന തീയതി മെയ് 25 വരെയാണ്. അലോട്ട്മെന്റുകളുടെ കാര്യങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. ട്രയൽ അലോട്ട്മെന്റ് മെയ് 29-നാണ്. അതിനുശേഷം ആദ്യ അലോട്ട്മെന്റ് ജൂൺ 5-നും, രണ്ടാമത്തെ അലോട്ട്മെന്റ് ജൂൺ 12-നും, മൂന്നാമത്തേത് ജൂൺ 19-നുമായി നടത്തും. ജൂൺ 24-ന് +1 ക്ലാസുകൾ ആരംഭിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ജൂലൈ 15-ന് പ്രവേശന നടപടികളെല്ലാം അവസാനിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും വളരെ വേഗത്തിൽ തന്നെ കാര്യങ്ങൾ നടത്തും. പക്ഷേ കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നുവെന്നാണ് അറിയുന്നത്. ഏതായാലും +1 പ്രവേശനത്തിനുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും സ്വീകരിച്ചു തുടങ്ങിയതായാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. വിജയ ശതമാനം കൂട്ടാനായി ആർക്കും പ്രത്യേകം മാർക്ക് നൽകിയിട്ടില്ലെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. എഴുതിയതിന് തന്നെയാണ് കുട്ടികൾക്ക് മാർക്കുള്ളത്. കൂടുതൽ വിദ്യാർത്ഥികൾ നന്നായി പഠിക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇനി കരിക്കുലം മെച്ചപ്പെടുത്താൻ
വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തും, പുതിയ കോൺക്ലേവുകൾ സംഘടിപ്പിക്കും, വിദ്യാർത്ഥികൾക്ക് പരീക്ഷ ജയിച്ച വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പിന്തുണ നൽകുന്ന സാഹചര്യങ്ങൾ ഒരുക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായും ഈ റിസൾട്ടുമായി ബന്ധപ്പെട്ട് ഈ പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറി പരീക്ഷ ഫലം, 2ാം വർഷ +2 പരീക്ഷാ ഫലമെല്ലാം നാളെ തന്നെ പ്രഖ്യാപിക്കും. നാളെയും ഇതേപോലെ